അപ്പാമ്മിൻ്റെ പണി കഴിഞ്ഞ്. പാമ്പിന് ഇതിലേ വരാൻ തോന്നിയത് അബദ്ധം. പാമ്പും കുഞ്ഞാണ്. ഒരു കുഞ്ഞ് പാമ്പും കുഞ്ഞ് ഇതുണ്ടോ. നമ്മുടെ എല്ലാവന്മാരും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. വില്ലൂന്നി എന്നു വില്ലൂന്നി പാമ്പാണ്. വില്ലൂന്നിനെ നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പണി കഴിഞ്ഞു. ഇവിടെ ഇവന്മാരുള്ളത് കൊണ്ട് വേട്ടക്കാരന്മാർ ഉണ്ടോ. വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. ഒരു പാമ്പ് ഇങ്ങനെ നിൽക്കുന്നു നോക്കി. അയ്യോ, പാമ്പിന് പാമ്പിൻ്റെ തല പുറത്ത് നിന്നെ കൊത്തൂലേ? നോക്കിയ പാമ്പ് കെടുന്ന തല കണ്ടോ. അവനെ കടിക്കാൻ വേണ്ടിയിട്ട് അവനെ കടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അവനെ കടിക്കുന്നുണ്ട് പാമ്പ്. കണ്ടോ, അവനെ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ടോ. പക്ഷെ അവൻ എന്നാലും നോക്കിക്കുക, അവനെ കടിച്ചു പിടിച്ചേക്കുന്നത്. പക്ഷെ എന്നാലും അവൻ കടിച്ചു പറിച്ച് തിന്നുവാണ്. ഈ പാമ്പ് പിടുത്തക്കാരിയ്ക്കുന്നു ഉണ്ടോ. പാമ്പ് പിടുത്തക്കാർ നല്ല ഭംഗിയായിട്ട് ഇരിപ്പാണ് കേട്ടോ. ഇതേ ഒരുത്തി അവിടെ നിന്ന് പാമ്പിനെ തിന്നുകൊണ്ടിരിക്കുന്നു. അതായത് പാമ്പിൻ്റെ ഫൈനൽ വേർഷൻ അവിടെയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞി പെണ്ണാണ്. വലിയേട്ടനും പിടിച്ചു കൊടുത്ത് പകുതി വലിയേട്ടനും പകുതി കുഞ്ഞിപ്പെണ്ണും കൂടി തിന്ന് തീർക്കുകയാണ്. അങ്ങനെ ആ പാമ്പിൻ്റെ അവസ്ഥയും കഴിഞ്ഞു. ഇനി മേലെ പാമ്പുകളൊന്നും ഈ മുറ്റത്തൂടെ വരികയല്ല. ഇവർ പെരക്കകത്തേക്ക് അങ്ങനെ പാമ്പിനെ കൊണ്ടുവരാറില്ല. പക്ഷെ എന്നാലും പേടിയാണ്. ഇവർ പിന്നെ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇവരെ പുറത്ത് വിടാത്ത വിധത്തിൽ ഇവരെ ലോക്ക് ചെയ്യും ഞാൻ. കാരണം പുറത്ത് ചാടിയിട്ടുണ്ടെന്മാർ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് വന്നാലോ എന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് രാത്രിയിൽ ഇവരെ അടുക്കളയിൽ ലോക്ക് ചെയ്യും. രാവിലെ 5 മണിയാകുമ്പോഴാണ് ഇവരെ അഴിച്ചു വിടുകയുള്ളൂ. ഇനി ഇരിക്കുകയാണ് ഉണ്ടോ. ക്ഷീണമാണ് എല്ലാവർക്കും. വെയിലൊക്കെ തെളിഞ്ഞതിൻ്റെ ക്ഷീണമാണ്.